ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്. ഇന്ന് ഞങ്ങളൊരു മത്തീൻ്റെ മാങ്ങ ഇട്ടൊരു കറിയാട്ട വെക്കാൻ പോണേ. അതിനാവശ്യമായ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് ഉലുവ ഇട്ടെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നാൽ ഉലുവ ഇട്ടെടുക്കാം. വെളിച്ചെണ്ണ മൂത്ത് വന്ന് ഉലുവ ഇട്ടെടുക്കാം. ഉലുവ വന്ന് പൊരിഞ്ഞ് വന്നാൽ നമുക്ക് വെളുത്തുള്ളി ഇടാൻ. ഉലുവ ഒന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ടെടുത്ത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിട്ട് ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇന്ന് മാങ്ങ ഇട്ടിട്ടുള്ളൊരു മുളക് കറി, മത്തിൻ്റെ ഒരു മുളക് കറി ആയിട്ടാ വെക്കണത്. ചെറിയ മത്തിയാണ്, അതുകൊണ്ട് അങ്ങനെ മുളക് ഇടാന്ന് വെച്ചു. പച്ചമുളകിട്ട് ഉള്ളിയിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് താളി വരട്ടെ കേട്ടോ. നമുക്ക് നല്ല ഒന്ന് താളിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, നമുക്കതെല്ലാം കൂടെ ഒന്ന് ചട്ടിയിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. നമുക്കതൊന്ന് താളിച്ചെടുക്കാം. ഒന്ന് പച്ച മണം പോലെ വരെ നമുക്ക് ഇളക്കിയെടുക്കാം. അതുകൊണ്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ച മണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാൻ മുളകൊക്കെ നല്ല ലേശം ഉപ്പും കൂടെ ഇടണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് ഞാൻ മുളകൊന്ന് നല്ലോണം തിളച്ച് വേവട്ടെ കേട്ടോ. നല്ലോണം മുളക് നല്ലോണം തിളച്ചിട്ടാണ് നമുക്ക് മാങ്ങ ഇട്ടെടുക്കാൻ. കറി തിളച്ച് വന്ന് നമുക്ക് മാങ്ങ ഇട്ടെടുക്കാം. മാങ്ങ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. മാങ്ങ ഇട്ടെടുക്കാം. ഞാൻ മാങ്ങയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മളെ മാങ്ങ അവിടെ വെന്ത് നമുക്ക് മത്തിയിട്ടെടുക്കാം. ചെറിയ മത്തി കേട്ടോ, കുഞ്ഞമ്മത്തി. ഒരു മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മുളക് ഇട്ടതാ കേട്ടോ. ഇതേ വെള്ളം വറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താട്ടോ. കരിവേപ്പിലൊക്കെ ഇട്ടെടുത്ത് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ.
നമ്മളെ മത്തിക്കറി ഇവിടെ റെഡിയായി കേട്ടോ. വേപ്പിലൊക്കെ ഇട്ട് മാങ്ങൊക്കെ ഇട്ട് നമുക്ക് അടച്ചു. മത്തിക്കറി ഇവിടെ റെഡിയായി. അടുത്തൊരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം.